നമസ്കാരം. മലയാളത്തിലും തെന്നിന്ത്യൻ സിനിമയ്ക്കും ഏറെ പ്രിയപ്പെട്ട താരമാണ് അമല പോൾ. വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തിളങ്ങുകയാണ് താരം. അമല പോൾ ആയിരുന്നു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ. നിറവയറുമായി അമല പോൾ ഇക്കാലം അത്രയും സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ സജീവമായിരുന്നു. എന്നാൽ പ്രസവ വിശേഷം പുറത്തുവരുന്നത് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. ജഗത് ദേശായിയുമായുള്ള വിവാഹശേഷം അമല സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഭർത്താവിനൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും വളരെ മനോഹരമായി ആസ്വദിക്കുന്നുണ്ട് അമല എന്നത് താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ്. തനിക്കേറെ പ്രിയപ്പെട്ട നിമിഷങ്ങളിലാണ് അമല ഇപ്പോഴുള്ളത്. ഗർഭകാലം തുടങ്ങിയത് മുതൽ അമല പങ്കുവയ്ക്കുന്ന ഓരോ വിശേഷങ്ങളും ആരാധകർ ആഘോഷമാക്കുകയാണ്. 2023 നവംബറിലാണ് അമല വിവാഹിതയാകുന്ന വിവരം ആരാധകരുമായി പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ വെച്ച് വളരെ സ്വകാര്യമായ ചടങ്ങായിരുന്നു അത്. ദിവസങ്ങൾക്ക് മുമ്പാണ് അമലയ്ക്ക് ആൺകുഞ്ഞ് പിറന്നത്. ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ജഗത് ദേശായി താനൊരു അച്ഛനായ സന്തോഷം പങ്കിട്ടത്. നിറവയറുമായി അമല പോൾ ഇക്കാലം അത്രയും സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികൾ സജീവമായിരുന്നു. എന്നാൽ പ്രസവ വിശേഷം പുറത്തുവരുന്നത് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. കുഞ്ഞിന്റെയും കൊണ്ട് അമല വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. അമലയ്ക്കും കുഞ്ഞിനും നിറയെ സർപ്രൈസ് നൽകി വീട്ടിൽ സ്പെഷ്യൽ തീമിൽ അലങ്കാര പണികൾ ഒരുക്കിയിരുന്നു ജഗത് ദേശായി. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഇവർ വിവാഹിതരായത്. തീർത്തും അപ്രതീക്ഷിതമായാണ് അമല പോൾ വിവാഹത്തെ പ്രഖ്യാപിച്ചത്. പ്രപ്പോസലിന് ശേഷമായിരുന്നു വിവാഹം. അമല വിവാഹത്തിനു മുമ്പേ ഗർഭിണിയായി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. അതിന്റെ പേരിൽ താരം നേരിട്ട സൈബർ ആക്രമണം വലുതായിരുന്നു. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ വെച്ചായിരുന്നു അമല പോളിന്റെ വിവാഹം. അമല ആദ്യം വിവാഹം ചെയ്തത് സംവിധായകൻ AL വിജയിയാണ്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നുവെങ്കിലും അധികകാലം ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയില്ല. അമലയുമായി ബന്ധം വേർപ്പെടുത്തിയ ശേഷം വിജയ് വീണ്ടും വിവാഹിതനായി. ഇപ്പോഴിതാ അമല വിജയ് ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് തമിഴ് സിനിമാ നിരൂപകൻ സബിത ജോസഫ് അഖായം സിനിമാസ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖമാണ് വൈറലാകുന്നത്. സബിത ജോസഫിന്റെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം. വിവാഹശേഷവും അഭിനയിക്കുമെന്ന് അമല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അമല വിവാഹശേഷവും വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അത് വിജയുടെ കുടുംബത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്ന മരുമകളായിരിക്കണം അമലയെന്ന ആഗ്രഹം വിജയുടെ കുടുംബത്തിനുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. അതൊക്കെ വിവാഹമോചനത്തിന് ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ ശിവകുമാറും തങ്ങളുടെ വിവാഹത്തിൽ പെടുന്ന പെൺകുട്ടിയെ സൂര്യ വിവാഹം ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അപ്പോഴേക്കും ജ്യോതികയും സൂര്യയും പ്രണയത്തിലായി. ആദ്യമൊന്നും ശിവകുമാർ ആ ബന്ധത്തെ അനുകൂലിച്ചിരുന്നില്ല. പിന്നെ മാധ്യമങ്ങളിൽ അടക്കം ജ്യോതിക സൂര്യ പ്രണയം ചർച്ചയായതോടെയാണ് ശിവകുമാർ സമ്മതിച്ചത്. അതുപോലെ കാർത്തിയും തമന്നയും പ്രണയത്തിലായിരുന്നു. ശിവകുമാർ ഇടപെട്ടതോടെയാണ് കാർത്തി അതിൽ നിന്നും പിന്മാറി വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം വിവാഹിതനായത്. അമല വീണ്ടും അഭിനയത്തിൽ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് സബിത ജോസഫ് പറയുന്നത്.